നമസ്കാരം. ഭൂട്ടാൻ വാഹന തട്ടിപ്പ് അന്വേഷണവുമായി കസ്റ്റംസ് മുമ്പോട്ട് പോവുകയാണ്. മുകളിൽ നിന്ന് പത്രസമ്മേളനത്തിനിടയിൽ ചില ഇടപെടലുകൾ ഉണ്ടായി. പത്രസമ്മേളനം മുമ്പോട്ട് കൊണ്ടുപോയില്ലെങ്കിലും കമ്മീഷണർ അന്വേഷണം അവസാനിപ്പിച്ചിട്ടില്ല. അന്വേഷണത്തിൽ പുതിയ കണ്ടെത്തലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ED ഉറപ്പായും ഈ ഇടപാടിലേക്ക് വരുമെന്ന് തീർച്ചയായിട്ടുണ്ട്. പലപ്പോഴും ഈ ഇടപാടുകൾ നടന്നത് കുറഞ്ഞ പണത്തിലാണ്. വിദേശത്ത് നിർമ്മിച്ച പുതിയതും പഴയതുമായ കാറുകൾ എവിടെ നിന്നോ ഭൂട്ടാൻ വഴി ഹിമാചൽ പ്രദേശിലെത്തി അവിടെ നിന്നും കേരളത്തിൽ എത്തുമ്പോൾ അതിന് വലിയ വിലയുണ്ടാവേണ്ടതാണ്. പക്ഷേ പലരും 8-10 ലക്ഷം രൂപയ്ക്കാണ് വാങ്ങിയത്. അടിമാലിയിൽ നിന്ന് പിടിച്ചെടുത്ത തിരുവനന്തപുരംകാരിയായ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുടെ 2 കോടിയോളം വില വരുന്ന കാറ് 15 ലക്ഷം രൂപയ്ക്കാണ് വാങ്ങിയത് എന്ന് അവർ മൊഴി കൊടുത്തിട്ടുണ്ട്. സിനിമാ താരങ്ങളും 40-50 ലക്ഷം രൂപയ്ക്കാണ് 2-3 കോടിയുടെ കാർ വാങ്ങിയത് എന്ന് റിപ്പോർട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാറിൻ്റെ ഇപ്പോഴത്തെ മൂല്യവും അതിനുവേണ്ടി അവർ കൊടുത്ത വിലയും തമ്മിലുള്ള വ്യത്യാസം കള്ളപ്പണമാക്കി കണക്കാക്കി ആ പണത്തിൻ്റെ ഉറവിടം തേടാൻ ED എത്തുമെന്ന് ഉറപ്പായിട്ടുണ്ട്. അമിത് ചക്കാലക്കൽ എന്ന നടനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ABCD എന്ന് പറയുന്ന ദുൽഖർ സൽമാൻ സിനിമയിലൂടെയാണ് അമിത് ചക്കാലക്കൽ സിനിമാ രംഗത്തെത്തുന്നത്. വാരിക്കുഴിയിലെ കൊലപാതകം എന്ന സിനിമയിൽ ഫാദർ വിൻസെന്റ് കൊമ്പൻ എന്ന ശ്രദ്ധേയമായ റോൾ അഭിനയിച്ചു. 4-5 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. എറണാകുളത്ത് കലൂരിൽ ഒരു വർക്ക്ഷോപ്പാണ് പ്രധാന കച്ചവടം. ആഡംബര വാഹനങ്ങൾ ധാരാളം എത്തിക്കുന്ന കണ്ണിയായി അമിത് ചക്കാലക്കൽ പ്രവർത്തിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. അമിത് ചക്കാലക്കലിൻ്റെ ഗാരേജിൽ നിന്നും കണ്ടെത്തിയ 6 വിദേശ കാറുകളെക്കുറിച്ചും അന്വേഷണമുണ്ട്. കൂടാതെയാണ് ദുൽഖർ സൽമാന്റെ കൈവശമുള്ള 2 കാറുകൾ അടക്കം കസ്റ്റഡിയിലെടുത്തത്. ചലച്ചിത്ര താരങ്ങളുടെയും ഈ കാറുമായി ബന്ധപ്പെട്ട മറ്റ് ഇടപാടുകാരുടെയും ഒക്കെ വിശദാംശങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും തന്നെ നോട്ടീസ് കൊടുത്ത് മൊഴിയെടുത്തുകൊണ്ടിരിക്കുന്നു. അമിത് ചക്കാലക്കലിനെ ഇന്നലെയും വിളിച്ച് കസ്റ്റംസ് ചോദ്യം ചെയ്തു. കേരളത്തിലേക്ക് 200ഓളം കാറുകൾ അനധികൃതമായി എത്തിയെങ്കിലും 38 മാത്രമേ കണ്ടെടുത്തിട്ടുള്ളൂ. ബാക്കി കാറുകളുടെ പിന്നാലെയുള്ള അന്വേഷണം തുടരുകയാണ്. ഇതിനിടയിൽ ഈ അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കുന്ന ടിജു എന്നു പേരുള്ള കസ്റ്റംസ് കമ്മീഷണർക്കെതിരെ സൈബർ ആക്രമണം രൂക്ഷമാണ്. ദുൽഖർ സൽമാനെതിരെയും പൃഥ്വിരാജിനെതിരെയും കേസെടുത്തതാണ് ചിലരെ ചൊടിപ്പിച്ചത്. അതുകൊണ്ട് പതിവ് പോലെ ഇവർ അദ്ദേഹത്തെ സംഘിയാക്കി ചിത്രീകരിച്ച് രംഗത്തുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഒരു കൂട്ടം ആളുകൾ അമ്പട സംഘിക്കുട്ട എന്നൊക്കെ പേരിട്ട് ഈ കസ്റ്റംസ് ഓഫീസറെ അധിക്ഷേപിച്ചുകൊണ്ട് യൂട്യൂബ് വീഡിയോകൾ ചെയ്യുകയും സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ നടത്തുകയും ചെയ്യുന്നു. ഓപ്പറേഷൻ സിന്ദൂർ ദിവസം ഭാരത് മാതാ കി ജയ് എന്ന് ടിജു തോമസ് ഒരു പോസ്റ്റ് ഇട്ടു. ഓപ്പറേഷൻ സിന്ദൂർ സംഭവിച്ചപ്പോൾ ഏത് ദേശാഭിമാനിയെയും ആനന്ദിപ്പിച്ച കാര്യമാണ്. ആ പോസ്റ്റ് എടുത്തിട്ട് അൻസാർ മതിലകം എന്ന ഒരാൾ പോസ്റ്റ് ചെയ്ത് ഇങ്ങനെയാണ്: ഈ നാറി സംഘിയാണെന്ന് പ്രൊഫൈൽ കണ്ടപ്പോഴാണ് മനസ്സിലായത്. എന്ന് വെച്ചാൽ ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചപ്പോൾ മനസ്സിലായി സംഘിയാണെന്ന്. എങ്ങനെയുണ്ട്? ഒരാൾ ഭാരത് മാതാ കി ജയ് വിളിച്ചാൽ അയാൾ സംഘിയാണെന്ന് വിശ്വസിക്കുന്ന ഭാരതീയർ ഈ രാജ്യത്ത് മൗലികാവകാശങ്ങൾ പറഞ്ഞു ജീവിക്കുന്നു എന്നത് അത്ഭുതകരമാണ്. ലോകത്തെവിടെയെങ്കിലും ഇങ്ങനെയൊരു രാജ്യമുണ്ടാവുമോ? സ്വന്തം പൗരന്മാർ രാജ്യത്തിനെതിരെ സംസാരിക്കുക, രാജ്യത്തിന് വേണ്ടി ആരെങ്കിലും ജയ് വിളിച്ചാൽ അവൻ സംഘിയാണ് എന്ന് പറഞ്ഞ് ചീത്ത വിളിക്കുക. 2016 നോട്ടു നിരോധന സമയത്ത് വൗ വാട്ട് എ മാസ്റ്റർ സ്ട്രോക്ക്, കുഡോസ് ടു അവർ PM മോഡിജി ഫോർ ദ ബോൾഡ് ഡിസിഷൻ എന്ന് ടിജോ തോമസ് എഴുതിയതും ഇപ്പോൾ ഇവർ കുത്തിപ്പൊക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഭാരത് മാതാ കി ജയ് വിളിക്കുന്നതും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ അഭിനന്ദിക്കുന്നതുമൊക്കെ രാജ്യവിരുദ്ധമാണ് എന്ന് കരുതുന്നവരുടെ കൂട്ടാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഇത് ഏറ്റുപിടിച്ചുകൊണ്ട് നമ്മുടെ സുപ്രഭാതം സമസ്തയുടെ പത്രമാണ് വാർത്തയും കൊടുത്തിരിക്കുന്നു. ഭൂട്ടാൻ വാഹനം വിവാദ നടപടിക്ക് പിന്നാലെ കസ്റ്റംസ് കമ്മീഷൻ ടിജു തോമസിന്റെ BJP സ്തുതി പോസ്റ്റുകൾ കുത്തിപ്പൊക്കിയ സോഷ്യൽ മീഡിയ. സർക്കാർ ഉദ്യോഗസ്ഥന് ചേരാത്ത ഇടപെടൽ. നികുതി വെട്ടിപ്പിനായി ഭൂട്ടാനിലെ വാഹനങ്ങൾ ഇന്ത്യയിൽ എത്തിച്ചതുമായി ബന്ധപ്പെട്ട് നുംകുർ ഓപ്പറേഷൻ എന്ന പേരിൽ നടത്തിയ റെയ്ഡിനിടെ പ്രശസ്ത മലയാള നടന്മാരുടെ വീടുകൾ ഉൾപ്പെടെ കയറിയിറങ്ങുകയും ഇക്കാര്യം മാധ്യമങ്ങളെ അറിയിക്കാനായി നടത്തിയ വാർത്താ സമ്മേളനം ഒരു ഫോൺ കോൾ വന്നതോടെ നിർത്തുകയും ചെയ്ത കസ്റ്റംസ് കമ്മീഷണർ ടിജു തോമസിന്റെ നടപടി വിവാദമായിരിക്കുകയാണല്ലോ. പൃഥ്വിരാജിനെയും ദുൽഖർ സൽമാനെയും ലക്ഷ്യമാക്കിയുള്ള നടപടി ആരുടെ നിർദ്ദേശപ്രകാരമാണെന്ന് ഉൾപ്പെടെ കാര്യങ്ങൾ അടിമുടി ദുരൂഹമാണ്. ആലോചിക്ക്, ഒരു പത്രത്തിന്റെ വാർത്തയാണ്. ആര് പറഞ്ഞു പൃഥ്വിരാജിനെ ദുൽഖറിനെ ലക്ഷ്യമാക്കിയാണെന്ന്? അമിത് ചക്കാലക്കൽ പൃഥ്വിരാജാണോ? എത്രയോ ആളുകൾ 38 കാറുകൾ പിടിച്ചെടുത്തു. ഇതെല്ലാം പൃഥ്വിരാജിന്റെയും ദുൽഖറിന്റെയുമാണോ? 200 കാറുകൾ തപ്പാൻ ശ്രമിക്കുകയാണ്. 8 മാസം നീണ്ട അന്വേഷണമാണ്. വലിയ അന്താരാഷ്ട്ര മാഫിയ സംഘമാണെന്ന് തിരിച്ചറിഞ്ഞ് നടത്തിയ അന്വേഷണമാണ്. അതിൽ ദുൽഖറിന്റെയും പൃഥ്വിരാജിന്റെയും കാർ ഉൾപ്പെട്ടു പോയി എന്നതുകൊണ്ട് അവരെ ഫോക്കസ് ചെയ്താണ് എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിൽ? പ്രശസ്ത മലയാള നടന്മാരെ ലക്ഷ്യം വെച്ച് റെയ്ഡ് നടത്താൻ പോവുകയാണെന്ന് 2 ആഴ്ച മുമ്പ് തന്നെ കോട്ടയം ആസ്ഥാനമായ പ്രമുഖ മലയാള പത്രത്തിന് ചോർത്തിക്കൊടുത്ത ശേഷമാണ് റെയ്ഡ് തുടങ്ങിയത്. പിടിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആരെങ്കിലും ചോർത്തി കൊടുക്കുമോ?
ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ച് കേരളത്തിൽ എത്തിച്ച കാറുകൾ കണ്ടെത്താൻ കസ്റ്റംസ് ഓപ്പറേഷൻ നടക്കുന്നെന്നായിരുന്നു വാർത്ത. പിന്നാലെ കഴിഞ്ഞ ദിവസം രാവിലെ തുടങ്ങിയ റെയ്ഡ് വൈകിട്ട് വരെ തുടർന്നു. ഇക്കാര്യം അറിയിക്കാനേ മാധ്യമങ്ങൾക്ക് മുമ്പിൽ കോട്ട് ധരിച്ചെത്തി വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കവേ കോട്ട് ധരിക്കാതെ ഒരു കസ്റ്റംസ് കമ്മീഷണർ വരാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുക. പെട്ടെന്ന് വന്ന ഫോൺ കോളോടെ വാർത്താ സമ്മേളനം ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിച്ചു. അതോടെ റെയ്ഡും നിലച്ചു. പിന്നീട് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത നൽകാനോ മറ്റൊരു പത്രസമ്മേളനം നടത്താനോ ടിജു തോമസ് തയ്യാറായതുമില്ല. ഇതോടെ പിടിച്ചെടുത്ത മറ്റു വാഹനങ്ങളും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും പ്രതികളുമെല്ലാം മുങ്ങിപ്പോകുകയും ചെയ്തതും സംശയങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്. ഇതൊക്കെ കള്ളത്തരമാണ്. ഒരിടത്തും മുങ്ങിപ്പോയിട്ടില്ല. പിടിച്ചെടുത്ത വാഹനങ്ങൾ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. അന്വേഷണം തുടരുകയാണ്. മാത്രമല്ല, ആരെങ്കിലും ഫോൺ വിളിച്ചിട്ടുണ്ടെങ്കിൽ സർക്കാർ സംഘീയ ഉദ്യോഗസ്ഥനെ ഉപയോഗിച്ച് പൃഥ്വിരാജിനും ദുൽഖറിനെയും കൊടുക്കാൻ വേണ്ടിയാണ് റെയ്ഡ് നടത്തിയെങ്കിൽ പിന്നെ എന്തിനാണ് മുകളിൽ നിന്നൊരു കോൾ വരുന്നത്? വിളിച്ചത് സാർ എന്നാണ്. എന്തായാലും മുഖ്യമന്ത്രിക്കോ സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥർക്കോ വിളിക്കാൻ കഴിയില്ല. ഡൽഹിയിൽ നിന്നായിരിക്കണം. അയാളുടേക്കാൾ ഉയർന്ന ഉദ്യോഗസ്ഥനോ ദേശീയ നേതാക്കളോ ആയിരിക്കണം. അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് പൃഥ്വിരാജിനെയും ദുൽഖറിനെയും ലക്ഷ്യം വെച്ചുള്ള റെയ്ഡാവും? റെയ്ഡ് സംബന്ധിച്ച് നടപടികൾ വിവാദമായി തുടരുന്നതിനിടെ ടിജു തോമസിന്റെ പഴയ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. BJPയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പുകഴ്ത്തുകയും വിവാദമായ നോട്ട് നിരോധനത്തെ പ്രശംസിക്കുകയും ചെയ്യുന്നു അദ്ദേഹം. BJP എവിടെയാണ് പുകഴ്ത്തിയെന്ന് പറയണം. നോട്ട് നിരോധനത്തെ പ്രശംസിച്ചു, പ്രധാനമന്ത്രിയെ പ്രശംസിച്ചു. ഒരു രാജ്യത്തിന് പ്രധാനമന്ത്രിയെ പ്രശംസിക്കുന്നതും പ്രധാനമന്ത്രി എടുക്കുന്ന രാജ്യത്തിന് വേണ്ടിയുള്ള ഒരു നിലപാടിനെ, ഒരു നയത്തെ അംഗീകരിക്കുന്നതും ഒരു ഉദ്യോഗസ്ഥൻ ചെയ്താൽ എന്താണ് കുഴപ്പം? അതിനെതിരെ പറയുന്നതാണ് നിയമവിരുദ്ധമെന്ന് തിരിച്ചറിയുക. സർക്കാരിൻ്റെ പോളിസിക്ക് വിരുദ്ധമായി നിലപാടെടുക്കരുത് എന്നാണ് നിയമം. അദ്ദേഹം BJP ഒഴിച്ചുള്ള പാർട്ടികളെ പുച്ഛിക്കുകയും ചെയ്യുന്നു. ചില പോസ്റ്റുകൾ അദ്ദേഹം കേരള സർക്കാരിനെ വിമർശിക്കുന്നുണ്ട്. സഭാ തർക്കങ്ങൾ പക്ഷം പിടിച്ചുള്ള കുറിപ്പുകളും പങ്കുവച്ചു അദ്ദേഹത്തിന് നടപടി. സർക്കാർ ഉദ്യോഗസ്ഥന് ചേരാത്തതാണെന്ന് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥന് ചേരാത്ത അഭിപ്രായം എന്ന് പറയുന്നത് സർക്കാർ നയങ്ങളെ വിമർശിക്കുന്നതാണ്. എന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥൻ കേന്ദ്ര നയങ്ങളെ വിമർശിക്കാൻ പാടില്ല. അയാൾ ഉൾപ്പെട്ട ഒരു സഭയുമായി ബന്ധപ്പെട്ട, അയാൾ ഉൾപ്പെട്ട സമൂഹവുമായി ബന്ധപ്പെട്ട ഏത് വിഷയത്തിലും അഭിപ്രായം പറയാം. ഇവിടെ ഈ രാജ്യത്തിനെതിരെ, രാജ്യത്തിൻ്റെ നിയമങ്ങൾക്കെതിരെ നിലപാടെടുക്കുന്നവരാരാണോ അവരാണ് വാസ്തവത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ചേരാത്തവർ. രക്ഷാബന്ധൻ ദിനത്തിൽ ആശംസ അർപ്പിക്കുന്ന കുറിപ്പുകളുമുണ്ട്. വാട്ട് എ മാസ സ്ട്രൈക്ക് എന്നാണ് നോട്ട് നിരോധിച്ച് 2016 നവംബറിൽ ടിജു തോമസ് ഫേസ്ബുക്കിൽ കുറിച്ചത്. എന്താണ് കുഴപ്പം? പ്രധാനമന്ത്രി എടുത്തൊരു തീരുമാനം നല്ലതാണെന്ന് പറയാൻ ഒരു ഉദ്യോഗസ്ഥന് കഴിയില്ലേ? രക്ഷാബന്ധൻ ദിനത്തിൽ ആശംസ അറിയിക്കാൻ കഴിയില്ലേ? ശക്തമായ തീരുമാനം കൈക്കൊണ്ട് മോദിജിക്ക് ആശംസകളെന്നും അദ്ദേഹം പറയുന്നു. കിസ് ഓഫ് ലവ് വിഷയത്തിൽ അശ്ലീല ചുവയുള്ള അദ്ദേഹത്തിന്റെ കുറിപ്പും സർക്കാർ ഉദ്യോഗസ്ഥന് ചേരാത്തതാണ്. എന്താണ് കിസ് ഓഫ് ലവ് വിവാദത്തിലെ പോസ്റ്റ് എന്ന് മാത്രം പറയുന്നില്ല. ആരാണ് ടിജു തോമസ്? 2019 രാഷ്ട്രപതിയുടെ അതിവിശിഷ്ട സേവന മെഡൽ നേടിയ ടിജു തോമസ് കേരള ലക്ഷദ്വീപ് മേഖലയുടെ GST ഓഡിറ്റ് കമ്മീഷണറായി പ്രവർത്തിച്ചിട്ടുണ്ട്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗവും സഭയുടെ കീഴിലുള്ള AGOSM ഗ്ലോബൽ സ്റ്റുഡൻസ് മുൻ വൈസ് പ്രസിഡന്റുമായിരുന്നു. മുമ്പ് ദുബായിൽ ഇന്ത്യൻ കോൺസുൽ ഓഫീസിലും ജോലി ചെയ്തിട്ടുണ്ട്. ഇതിലൊക്കെ എന്താണ് കുഴപ്പമെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. അന്തസ്സായി പരീക്ഷ എഴുതി IRS കിട്ടി, ഉയർന്ന തസ്തികയിലെത്തി, ഉത്തരവാദിത്വത്തോടെ ആരുടെയും മുമ്പിൽ മുട്ടുവളയ്ക്കാതെ ജോലി ചെയ്യുന്നു എന്നതാണോ നിങ്ങൾ കണ്ടെത്തുന്ന കുഴപ്പം? മര്യാദയ്ക്ക് പണിയെടുക്കുന്ന ഉദ്യോഗസ്ഥരുടെയൊക്കെ പിന്നാലെ നിങ്ങളിങ്ങനെ കൂടും സംഘിപ്പട്ടം ചാർത്തി. അതേസമയം സകല മനുഷ്യാവകാശങ്ങൾ ലംഘിച്ച് എല്ലാ ക്രിമിനൽ പ്രവൃത്തികൾക്കും കൂട്ടുനിൽക്കുന്നവരോട് നിങ്ങൾക്ക് ആദരവാണ്. ഇതൊക്കെ തിരിച്ചറിയാനുള്ള വിവേകം ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ടെന്നെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക.